ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31-ന് ബഹുജന പിന്തുണയോടെ NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച് അടിമാലി മഹല്ല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി 31-ന് നടക്കുന്ന പ്രതിഷേധ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാത വനമാണെന്ന് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ വിധിയുണ്ടായിട്ടുള്ളതെന്ന് അടിമാലി മഹല്ല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. ദേശീയപാത 85-ന്റെ ഭാഗമായ നീര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് അടിമാലി മഹൽ മേഖല കോർഡിനേഷൻ കമ്മിറ്റിയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ ഈ മാസം 31-ന് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുതൽ ധനുഷ്കോടി വരെ 1200 കോടിയുടെ വലിയ ഒരു പദ്ധതിയാണ് ഈ പരിസ്ഥിതിവാദികൾ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്. നേര്യമംഗലം മുതൽ പള്ളിവാസൽ വരെ റോഡിന് 100 അടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലമാണെന്നും റോഡ് നിർമ്മാണത്തിൽ യാതൊരുവിധ പ്രതികൂല ഇടപെടലും വനം വകുപ്പിൽ നിന്നുണ്ടാകരുതെന്ന് 2024 മെയ് 28-ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിന് ബദലായിട്ടാണ് പുതിയ വിധി വന്നിട്ടുള്ളത്. വനംവകുപ്പിന്റെ ബിനാമിയായ ഒരു പരിസ്ഥിതിവാദി കൊടുത്ത പൊതു താൽപര്യ ഹർജിയിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത വനമാണെന്ന വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി വിധി ഉണ്ടായിട്ടുള്ളതെന്നും അടിമാലി മഹൽ മേഖല കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KH അലി, അടിമാലി ടൗൺ ജുമാ മസ്ജിദ് രക്ഷാധികാരി ഇമാം ഹാഫിസ് മുഹമ്മദ് ഷരീഫ് അൽ അർഷാദി, DKLM മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി, മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷറഫ് ഫൈസി, VK യൂനസ്, CS നാസർ, CH അഷറഫ്, സുനീർ കാരിമറ്റം, കരീം പാറക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.